ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1000 രൂപയ്ക്ക് താഴെ വില വരുന്ന നല്ലൊരു സ്മാർട്ട് വാച്ചാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ സോറി ഗൈസ്, മഴ കാരണം കാലാവസ്ഥ കുറച്ച് മോശമായതിനാൽ ലൈറ്റിംഗ് കണ്ടീഷൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറച്ച് കുറവാണ്. എന്തുതന്നെയായാലും നമുക്ക് സ്മാർട്ട് വാച്ചിനെ പരിചയപ്പെടാം. ചൈനീസ് നിർമ്മിതമായ ഒരു സ്മാർട്ട് വാച്ചാണിത്. 1000 രൂപയ്ക്ക് താഴെ മാത്രമാണ് ഇതിന് വിലയുള്ളത്. പല നിറങ്ങളിൽ അവൈലബിൾ ആയ ഈ സ്മാർട്ട് വാച്ചിൻ്റെ സിൽവർ വേർഷനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ബോക്സിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ കമ്പനി ഡീറ്റെയിൽസ്, ഒപ്പം തന്നെ കുറച്ച് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ. അതായത് നമുക്കിതിൽ സിം ഇടാൻ സാധിക്കും, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, വീഡിയോ പ്ലെയർ ഉണ്ട്, അതേപോലെ തന്നെ പെഡോമീറ്റർ, പിന്നെ SD കാർഡ് സപ്പോർട്ട് ചെയ്യും, പിന്നെ സ്ലീപ്പിംഗ് മോഡ്. അതേപോലെ തന്നെ ബോക്സിന് മുൻഭാഗത്തായി നമുക്കിതിൽ കോൾ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഫോൺ ബുക്ക് എടുക്കാൻ സാധിക്കും, പിന്നെ നോട്ടിഫിക്കേഷൻ, പിന്നെ പെഡോമീറ്റർ, അതേപോലെ SD കാർഡിനെ മാനേജ് ചെയ്യാനുള്ള ഫയൽ മാനേജർ, ബ്ലൂടൂത്ത്, അലാറം ക്ലോക്ക്, കാൽക്കുലേറ്റർ, പിന്നെ മ്യൂസിക് റെക്കോർഡിങ്ങും, ഒപ്പം ഒരു ഇൻബിൽഡ് ക്യാമറയും. ഈ നിറങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് വാച്ച് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്മാർട്ട് വാച്ചിനെ അൺബോക്സ് ചെയ്യാം. ബോക്സിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു സ്മാർട്ട് വാച്ചും ഒരു USB കേബിളും, പിന്നെ യൂസർ മാനുവലും, പിന്നെ വാറണ്ടി ഉണ്ടെങ്കിൽ ഒരു വാറണ്ടി കാർഡുമായിരിക്കും. സാധാരണ ഇതുപോലുള്ള സ്മാർട്ട് വാച്ചിന് വാറണ്ടി ലഭിക്കാറില്ല. ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് സിൽവർ നിറത്തിലുള്ള സ്മാർട്ട് വാച്ചാണ്. ഏകദേശം ഒരു ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ചൈനീസ് ക്ലോൺ, ആ ഒരു രൂപത്തിലാണ് ഇതുള്ളത്. ഇതിൻ്റെ സ്ട്രാപ്പ് റബ്ബർ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗത്തായി 0.3 മെഗാ പിക്സലുള്ള ഒരു ഡിജിറ്റൽ ക്യാമറയും, വലതുവശത്തായി ഒരു മൈക്രോഫോൺ, കോൾ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു മൈക്രോഫോണും, ഒരു USB പോർട്ട്, ചാർജ് ചെയ്യാനോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള USB പോർട്ട്, ഒപ്പം തന്നെ ഒരു പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ വാച്ചിൻ്റെ പിൻഭാഗത്ത് ഈ കമ്പനിയുടെ ബ്രാൻഡിംഗ് ലോഗോയും, ഒപ്പം തന്നെ ഒരു ചെറിയ സ്പീക്കർ ഔട്ട്പുട്ടും. പിന്നെ ഈ വാച്ചിൻ്റെ സ്ട്രാപ്പിലാണ് ഇതിൻ്റെ ആൻറ്റിന വരുന്നത്. ഇതിൽ നമ്മൾ സിം ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനൊരു ആൻറ്റിന ആവശ്യമാണ്. ആ ആൻറ്റിന വരുന്നത് ഇതിൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പിലാണ്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 350 മില്ലി ആംപിയർ കപ്പാസിറ്റി ഉള്ള ചെറിയൊരു ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് നെറ്റ് ഉപയോഗത്തിനൊന്നും അധികം പറ്റില്ല. ചുരുങ്ങിയ സമയത്ത് മാത്രമേ നമുക്ക് ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സിം ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കണ്ടോ, ഇതിനുള്ളിലായിട്ട് നമുക്ക് SD കാർഡ് സ്ലോട്ടും സിം കാർഡ് സ്ലോട്ടും, ഒപ്പം തന്നെ ഒരു വൈബ്രേറ്ററും, കോൾ അലേർട്ട് ചെയ്യാനോ നോട്ടിഫിക്കേഷൻ അലേർട്ട് ചെയ്യാനുള്ള വൈബ്രേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പവർ ഓൺ ചെയ്ത് നോക്കാം. ഏകദേശം 1.5 ഇഞ്ച് വലിപ്പമുള്ള 200 പിക്സൽസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന TFT ടച്ച് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ. ചെറിയൊരു ക്ലോക്കും, ഒരു മെനു ഓപ്ഷനും, ഒരു ടൂൾ ഓപ്ഷനും. ഇതിൽ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് ആക്സസിബിൾ ആണ്. അതിൽ എല്ലാ ക്വിക്ക് ഓപ്ഷൻസും സ്മാർട്ട് ഫോണിലുള്ളതുപോലെ തന്നെ അവൈലബിൾ ആണ്. ഇതിൽ മെനു എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻബിൽഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാം. കണ്ടോ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. ക്യാമറ, ഇതിൻ്റെ 0.3 മെഗാ പിക്സൽ ഡിജിറ്റൽ ക്യാമറയാണ്. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്, വളരെ കുറഞ്ഞ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ മെമ്മറി ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ആപ്ലിക്കേഷൻസ്. ഇൻ്റർനെറ്റ് എടുക്കാനുള്ള ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മേ ബി ഇതിന് നമ്മുടെ മൊബൈലിൻ്റെ സഹായം ആവശ്യമുണ്ട്. പിന്നെ ഫയൽ മാനേജർ, മ്യൂസിക് പ്ലെയർ, റേഡിയോ, ക്യാമറ, പിന്നെ വീഡിയോ പ്ലെയർ, പിന്നെ ഫോട്ടോ വ്യൂവർ, വീഡിയോ പ്ലെയർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് മോഡ് ആക്കുവാനുള്ള സംവിധാനം, സിം ടൂൾ കിറ്റ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ നമുക്ക് ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്ന പോലെ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രധാനമായിട്ടും നോട്ടിഫിക്കേഷൻ കാണുവാനോ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനോ കട്ട് ചെയ്യാനോ ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ സിം കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയ മൊബൈലായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ആലോചിക്കുമ്പോൾ അതിൽ സിം ഇടാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. എന്തുകൊണ്ടും നല്ലൊരു സ്മാർട്ട് വാച്ചാണിത്. 1000 രൂപയ്ക്ക് താഴെ നല്ലൊരു സ്മാർട്ട് വാച്ച് നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു വാച്ച് തന്നെയാണ് ഇത്. ഈ വാച്ച് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിൻ്റെ കാരണവും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക.